നമുക്ക് നാടൻ തട്ടുകടയിൽ കിട്ടുന്ന കൂട്ടൊരു നാടൻ പഴം ബോണ്ട ഉണ്ടാക്കിയാലോ. ബോണ്ട എന്ന് പറയും, കായപ്പഴം എന്ന് പറയും, ഉണ്ടംപൊരി എന്ന് പറയും. അപ്പോൾ അതിന് പാളയംകുടം പഴം നമുക്ക് വേണ്ടേ കേട്ടോ. അതിന് ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. 2 പാളയംകുടം പഴം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കുക. ഒരു 3-4 അല്ലി കുരു കളഞ്ഞ് ഏലക്ക വേണം. പിന്നെ നമുക്ക് 30 ഗ്രാം ശർക്കര അലിയിപ്പിച്ചത് ചെറു ചൂടോടെ ഇതിലേക്ക് ഒഴിക്കുക. 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും അതേ കപ്പിന് 1/2 കപ്പ് മൈദമാവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴവും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസാക്കി നമുക്ക് ഈ ബാറ്റർ കുഴച്ച് വെക്കുക കേട്ടോ. കുഴച്ച് വെച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതേ രീതിയിൽ വേണം, ഒത്തിരി ലൂസായിട്ടും പോകരുത് കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്ക് എണ്ണ നന്നായിട്ട് വെക്കുക. എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ചിരിക്കണം. ബോണ്ട ഇങ്ങനെ ഇതുപോലെ ബോണ്ട ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കണം. അതിൻ്റെ ഉള്ളും കൂടെ വെന്ത് വരണം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പുറമേ കരിഞ്ഞു പോകും, പെട്ടെന്ന് ഉള്ളു വേവാതെയും കിടക്കും കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴയും, ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമായി. അപ്പോൾ ഞങ്ങൾ ബോണ്ട എല്ലാം ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ചായ കുടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.